ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുതിയ പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡൗട്ട്സ്, ഞാനന്ന് റിപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിലും കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ എപ്പോഴും ലാസ്റ്റ് ആണ് പറയുന്നത്, ഇതിപ്പോ ആദ്യം പറയുന്നേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ ഒരു പുതിയ പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ എന്തോരം പോട്ടിംഗ് മിക്സ് ഇടണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ ഒരു പാടുണ്ടാവുമല്ലോ, നമ്മുടെ പുതിയ ചെടി കിട്ടുമ്പോഴത്തേക്കും ഇത്രയും സൈഡ് ഒരു വൈറ്റ് ഒരു പാട് കണ്ടില്ലേ, അവിടം വരെയും പോട്ടിംഗ് മിക്സ് ഇടാട്ടോ. ഇത്രയും വരെ ഇടാം. പിന്നെ വേറെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത്, പോട്ട് ചെയ്തിട്ട് വെയിലത്ത് വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 2 മണിക്കൂറത്തെ വെയിലൊക്കെ എന്തായാലും കൊള്ളിക്കും. ഫുൾ ഡേ വെയിൽ കൊള്ളാറില്ല, ഒരു 2 മണിക്കൂറത്തെ വെയിലൊക്കെ കൊള്ളിക്കാറുണ്ട്. പിന്നെ ഈ പുതിയ പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് എപ്പോഴാണ് നനച്ചു കൊടുക്കേണ്ടത്? ഞാൻ സാഫ് വെള്ളമാണ് നനച്ചു കൊടുക്കാറുള്ളത്. അത് പോട്ടിംഗ് മിക്സ് നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം, അതിപ്പോ ഇത് തന്നെയല്ല, ഏത് അടീനിയോ ആണെങ്കിലും പോട്ടിംഗ് മിക്സ് അതിന്റെ മേൽമണ്ണ് ഉണങ്ങിയെന്ന് ഉറപ്പായ ശേഷം മാത്രം നനച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ കുറച്ചു പേര് ചോദിച്ചൊരു കാര്യമാണ്, ചെടികളൊക്കെ മഴയത്താണോ വെച്ചേക്കണേന്ന്. എന്റെ ചെടികളൊക്കെ ഞാൻ 2 വർഷം പ്രായമായതൊക്കെ എന്തായാലും മഴയത്ത് തന്നെയാണ് വെച്ചേക്കണത്. പിന്നെ നമ്മുടെ ഇതേപോലെ പുതിയ ചെടികളും ഒരു 6 മാസം പോലും എന്റെ കയ്യിൽ എത്താത്ത കുറച്ച് പുതിയ ആൾക്കാരൊക്കെ ഇല്ലേ, അവരെയൊക്കെ ഞാൻ ഒരുമാതിരി മഴയൊക്കെ കൊള്ളിക്കും. പിന്നെ തീരെ ഭയങ്കര ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ ഒന്നും ഇപ്പൊ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചിലപ്പോ ഒരു 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് നിന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഒന്ന് പതുക്കെ ഷെയ്ഡിലോട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് വെയിൽ വരുമ്പോഴത്തേക്കും വീണ്ടും പുറത്തേക്ക് എടുത്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ സൂക്ഷിക്കാറുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം, മഴയത്ത് വെച്ച ചെടി ഷെയ്ഡിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അതിന്റെ ആ പോട്ടിംഗ് മിക്സ് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം ഷെയ്ഡിലോട്ട് മാറ്റുക. അല്ലെങ്കിൽ അതിന്റെ കോഡെക്സ് ഇരുന്ന് ചീഞ്ഞു പോകും, നല്ല രീതിയിൽ ചീഞ്ഞു പോകും. ഞാൻ ആദ്യം സമയത്ത് ഇതേപോലെ പുതിയൊരു പ്ലാന്റ് പോട്ട് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനത്തെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചെടി പോട്ട് ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പോട്ടിംഗ് മിക്സ് ഒരിക്കലും നനഞ്ഞിരിക്കുന്നത് ഈ ചെടിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഈർപ്പൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. അപ്പൊ പോട്ടിംഗ് മിക്സ് ഉണങ്ങിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മഴക്കാലത്ത് എന്റെ ഒരു പോട്ടിംഗ് മിക്സ് ഇങ്ങനത്തെ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതേപോലെ കുറേ മഴ 2-3 ദിവസം അടുപ്പിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് എടുത്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റാറുണ്ട്. പിന്നെ ഞാൻ ഈ പുതിയ ചെടി കിട്ടിയ ഉടനെ തന്നെ ഒന്നും പോട്ട് ചെയ്യാറില്ല കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് സാഫ് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടൊക്കെയാണ് പോട്ട് ചെയ്യാറുള്ളത്. ഞാൻ ആ ഒരു പോട്ടിംഗ് മിക്സിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം മണ്ണ് ഉപയോഗിക്കാറില്ല. മണല് കുറച്ചെടുക്കും, കരിക്കട്ട, കല്ല്, നമ്മുടെ കമ്പോസ്റ്റ്, നല്ല ഉണങ്ങിയ ചാണകം, ഇത് ഒക്കെയാണ് എൻ്റെ ഒരു പോട്ടിംഗ് മിക്സ്. പക്ഷെ എൻ്റെ പോട്ടിംഗ് മിക്സ് എനിക്ക് നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയണത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടുമില്ല. പിന്നെ നമ്മുടെ മഴ ഇടക്ക് നമുക്ക് പ്രശ്നങ്ങൾ തരുമല്ലോ, അങ്ങനെയൊക്കെ കുറച്ചൊന്ന് സൂക്ഷിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.